ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2374. ഇന്ന് ജൂലൈ മാസം 1-ാം തീയതി. ഈ ആണ്ടിലെ 182ാമത്തെ ദിവസത്തിലെത്തി. അങ്ങനെ 7-ാം മാസത്തിന്റെ ആദ്യ ദിനമാണ്. ഈ ആണ്ടിലെ പാതിക്കാലം കഴിഞ്ഞു എന്നുള്ളതാണ്. ബൈബിളിൽ ഏറ്റവും മനോഹരമായ നന്ദി പ്രകാശനം ആരുടേതാണ്? ഒരുപക്ഷെ ദാവീദിന്റെയാണ്. 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം ഒന്ന് പരിശോധിച്ചാൽ അതിന്റെ തുടക്കം തന്നെ ഇങ്ങനെയാണ്: ദൈവമായ കർത്താവേ, അങ്ങനെ ഇത്രത്തോളം ഉയർത്താൻ ഞാനും എന്റെ കുടുംബവും സത്യത്തിൽ എന്താണ്? ആരെ സംബന്ധിച്ചാണ് ഇത് ചേരാത്തത്, ശരിയല്ലാത്തത്? എല്ലാവർക്കും ഇണങ്ങുന്നുണ്ട്. അർഹിക്കുന്ന നന്മകൾ കൊണ്ട് മാത്രമാണോ ദൈവം നമ്മുടെ ജീവിതത്തെ അലങ്കരിച്ചത്? അല്ല കേട്ടോ, അർഹിക്കാത്ത 1000 നന്മകൾ കൊണ്ടാണ്. ശലോമോനേക്കാൾ മനോഹരമായി വയൽപ്പൂക്കളെ അലങ്കരിക്കുന്ന ദൈവം എന്നെ എങ്ങനെയൊക്കെയാണ് അലങ്കരിച്ചിരിക്കുന്നത്? അതൊന്ന് കണ്ടെത്താനായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ സ്വയം ഒന്ന് കുറച്ചു നേരം നമ്മളെ തന്നെ ഒന്ന് നേരിടണ്ടേ? അതൊന്ന് കണ്ടെത്താനായിട്ട്. എനിക്ക് മാത്രമായി ദൈവം നൽകിയ എന്തുമാത്രം സവിശേഷതകളുണ്ട്. ഓരോരുത്തരും വെറുതെ ഈ കൈവിരൽ തുമ്പിന്റെ തമ്പ് നോർത്താൽ മതി, എങ്ങനെയൊക്കെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിന് സമാനമായ ഒരു അടയാളം ഭൂമിയിലെങ്ങില്ല. അതുകൊണ്ടാണ് ലോകത്തിലെ ഏത് എയർപോർട്ടിൽ ചെന്നാലും ആ തമ്പ് വെക്കുമ്പോൾ ഇതിനു മുമ്പോ അതിന് ശേഷമോ അങ്ങനെ ഒരു അടയാളമില്ല. കുറച്ചുകൂടി കൃതജ്ഞതയോടെ ജീവിപ്പാനായിട്ട്, നന്ദിയോടെ ജീവിപ്പാനായിട്ട് സാധിക്കണ്ടേ? ഏറ്റവും കൃതജ്ഞതയോടെ ജീവിച്ച ഒരാളാരാ? ക്രിസ്തുയേശുവാണ്. കഴിക്കാനൊരു അപ്പക്കഷ്ണം കിട്ടിയാൽ അവിടുന്ന് കരഞ്ഞു തുടങ്ങുമായിരുന്നു. മിഴികളൊക്കെ നിറയും, സ്വർഗത്തിലേക്ക് നോക്കും, പിന്നെ അവിടുത്തെ അപ്പന് നന്ദി പറയും. അതിനുശേഷമേ കഴിച്ചിട്ടുള്ളൂ. ഇത്രത്തോളം കൃതജ്ഞതയോടെ ജീവിച്ച ക്രിസ്തുയേശു ഒരപ്പം എടുക്കുമ്പോൾ പോലും അങ്ങനെയാണ്. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാര് യേശുവിനെ തിരിച്ചറിയുന്നത് പോലും അപ്പം എടുത്ത് അതിന് നന്ദി പറഞ്ഞ നേരത്താണ്. ആരോ ഒരാൾ കൃഷി ചെയ്ത ധാന്യമാണ്, ഏതോ ഒരമ്മ ചുട്ട വിളമ്പിയതായിരിക്കും. അവരുടെ അധ്വാനം, വേർപ്പ്, ശ്രദ്ധ, സ്നേഹം എല്ലാം ആ സമയം യേശുവിന്റെ മനസ്സിലൂടെ കടന്നുപോയി കാണും. പിന്നെ എങ്ങനെ മിഴി നിറയാതെ ഭക്ഷിക്കും? ഇങ്ങനെ നോക്കുമ്പോൾ പ്രപഞ്ചത്തിലെ സകലതിനോടും സകലരോടും നമ്മൾ അഗാധമായ വിധത്തില് നന്ദി പറയാൻ കടപ്പെട്ടവരാണ്. നമ്മൾ അങ്ങനെ ഒന്ന് ശീലിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. കുറെ കൂടി നന്ദിയോടെ കൃതജ്ഞതയോടെ ജീവിപ്പാനായിട്ട് എന്റെയും ജീവിതത്തിന്റെ ബാക്കി കാലം എന്നെ ഒന്ന് പാകപ്പെടുത്തണമെന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ആമേൻ.